ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹിമാലയ ധാബയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ചുറ്റുമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ നമ്മൾ വരുന്ന സ്ഥലത്ത് കുറേ പെയിൻറ്റിങ്സൊക്കെ കണ്ടു, നന്നായിരുന്നു. ഇവിടെ ഈ സൈഡിലായിട്ട് സംതിങ് ദേ ഹാവ് റിട്ടൺ ചിയേഴ്സ് ടു ഹിമാലയ ധാബ എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു വൈറ്റ് ബോർഡിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നൈറ്റ് ടൈമിൽ ഭയങ്കര ലൈറ്റൊക്കെ ഓൺ ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര വൈബായിരിക്കും എന്ന്. ഇവിടെ നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു പാർട്ടി ഹാളുണ്ട്. ഇതൊക്കെ ബാംബൂവിൻ്റെ ഒരു സ്റ്റെം വെച്ചിട്ടാണ്, ആ ഒരു വുഡ് ബാംബൂവിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഫാമിലി ഹട്ട്സാണ് ഈ സെക്ഷന്. ഇവിടെ കുട്ടി കുട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹട്ട്സ് ഉണ്ട്. എവിടുന്നോ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഞാൻ ഇവരെവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുക, ആ പേര് വിളിച്ച് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇവരിവിടെ ഉണ്ട്. ദേ ആർ അൺബോക്സിങ് മൈ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു. ഇൻസൈഡ് ചോക്ലേറ്റും അങ്ങനെ എന്തൊക്കെ ഷുഗർ പീസസും എന്തൊക്കെയോ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. നോട്ട് നോർമൽ ഒരു ക്രീമി ആയിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ ഒരു കേക്ക്. ഇവിടെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫാൻ ഓൺ ആയിരുന്നു. അപ്പോൾ മാച്ച് ബോക്സ് ലൈറ്റ് ചെയ്യുമ്പോൾ അത് ഓഫായി പോയി. അങ്ങനെ അതൊരു ഫൺ വേ ആയി. ആക്ച്വലി എപ്പോഴും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരതാണെങ്കിലും അതിലെന്തെങ്കിലും ഒരു ഇനീഷ്യൽ ഒരു ഫൺ ഹാപ്പൻസ്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഐ ആം വെരി ലക്കി ആൻഡ് വെരി ഹാപ്പി. ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കൂടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. ദിൽ മേക്ക് അസ് ലൈക്ക് ദിൽ ട്രീറ്റ് അസ് ലൈക്ക് വെരി സ്പെഷ്യൽ ദാറ്റ് ഡേ. അപ്പോൾ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു. സ്ഥിരം പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ കുറേ ഫൺ ടോക്കും ഫൺ തിങ്സൊക്കെ ഹാപ്പനിങ് ആണ്. നല്ല കാമായിട്ട് സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമുക്ക് എവിടുന്നോ ഇങ്ങനെ ബേർഡ്സിൻ്റെ സൗണ്ട് ഭയങ്കര ഇതിൽ കേൾക്കാം. അതും ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ബേർഡ്സിൻ്റെ സൗണ്ട് വരുമ്പോൾ നല്ലൊരു ഫീലായിരുന്നേ. അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു. ഐ വാസ് വെരി എക്സൈറ്റഡ് ടു നോ ദാറ്റ് വാട്ട് ഈസ് ഇൻസൈഡ്. അപ്പോൾ ഞാനിനി ഗിഫ്റ്റ്സൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാം. നമുക്ക് എന്താണെന്ന് നോക്കാം. ഗെസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇൻസൈഡ് എന്താണെന്ന്. ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് കത്തിയത്. ഓക്കെ, മേക്കപ്പ് തിങ്സൊക്കെ വെക്കുന്ന ആ ഒരു ബാഗാണ്, സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണെന്ന്. നോർമലി ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ ഇതിലൊക്കെ ആയിട്ടാണ് എൻ്റെ തിങ്സ്. എനിക്ക് അത്യാവശ്യം കുറവേ ഉള്ളൂ, എന്നാലും അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടായിരുന്നത്, ക്യാരി ചെയ്തുകൊണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം എനിക്കിതാണെന്ന് അറിയത്തില്ല. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടിയപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. പിന്നെ ഈ കുട്ടി ബോക്സ് ഉണ്ടപ്പോൾ ഞാൻ ഇതെന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചു. ഇവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഗസ് ചെയ്യാൻ പറ്റുമോ ഇതെന്താണെന്നൊക്കെ. പക്ഷെ ഐ വാസ് ഹാവിങ് നോ ഐഡിയ ഇതെന്താണെന്ന്. ബട്ട് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. എനിക്കാണ് ഭയങ്കര ആകാംക്ഷ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ വല്ലാത്തൊരു പാക്കിംഗ് ആയിരുന്നു, വല്ലാത്തൊരു ഗിഫ്റ്റ് റാപ്പിംഗ് ആണ് അവർ ചെയ്തത്. കുറച്ച് ടൈം എടുത്തു ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇയർപോഡ്സ് ആണ്. നല്ല അടിപൊളി ലുക്കുള്ള ഒരു ഇയർപോഡ്സ് ആയിരുന്നു. ഓ ശരി, എന്നാൽ ഇയർപോഡ്സ് ആണെന്ന് മനസ്സിലായേ. എന്നാലും അത് കാണാനുള്ള ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി. ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കൊരു കുട്ടി ബോക്സ് ആണ്. വെരി ക്യൂട്ടാണത്. ഒരു ഗോൾഡൻ കളർ നല്ല അടിപൊളി ബോക്സ്. ഇതിനകത്ത് ഗോൾഡൻ ആൻഡ് സിൽവർ കളറിലുള്ള ഇയർപോഡ്സ് ആയിരുന്നു. ഭയങ്കര ലുക്ക് വൈസ് ഭയങ്കര 5ൽ 5 കൊടുക്കും, അങ്ങനെ ഒരു ഭയങ്കര ലുക്കാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി വാസ് റിയലി അമേസിങ്, അടിപൊളിയാണ്. സോ നമ്മളിതൊക്കെ സൈഡിലോട്ടാക്കിയിട്ട് നെക്സ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യാനുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ഇവർക്ക് ദേ ആർ ഹാവിങ് ഭയങ്കര വെറൈറ്റി ആയിട്ട് കുറേ മെനു ഉണ്ട്. ഒരു ബുക്ക് മാതിരിയാണ് അവർ മെനു തന്നത്. അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ എല്ലാം ടേസ്റ്റ് ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. സീരിയസ്ലി നല്ല ടേസ്റ്റായിരുന്നു. അത്യാവശ്യം ഭയങ്കര സ്പൈസി ആകാൻ പറ്റില്ല, അത്യാവശ്യം എന്നാൽ സ്പൈസിയുമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നമ്മൾ വയറ് നിറച്ചും കഴിച്ചു. അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോണ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു.
അത്രത്തോളം ഫുഡ് കഴിച്ചു. റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബേർഡ്സിൻ്റെ സൗണ്ട് എവിടെ നിന്ന് വന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബാക്ക് സൈഡിലൊക്കെ നടന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ഓരോ ഹട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇവർ ബേർഡ്സിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ബേർഡ്സ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സാണ്. ആ ഒരു സൗണ്ടാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ച് ഓഫീസിൽ പോവാണ്. ഇത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ഒട്ടും റഷ് ഇല്ലാത്തതെന്ന് തോന്നി. പക്ഷേ അത്യാവശ്യം ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അത്ര ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു, അവരും എൻ്റെ കൂടെ എൻജോയ് ചെയ്തു. വി ഹാഡ് എ വെരി ഗുഡ് ടൈം. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത ഫോട്ടോസാണ്, എല്ലാം ഒരു ഓർമ്മകൾ അല്ലേ. ഓക്കെ, ബൈ ഗൈസ്.